പരീക്ഷാ നടത്തിപ്പിന് സ്വയം പണം കണ്ടെത്തണമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവിനെതിരെ പ്രതിഷേധവുമായി ABVP. സ്കൂൾ PD ഫണ്ടിൽ നിന്ന് പണം കണ്ടെത്തണമെന്നായിരുന്നു ഉത്തരവ്. തിരുവല്ലയിൽ ABVP പ്രതീകാത്മക പിച്ചെടുക്കൽ പ്രതിഷേധം നടത്തി. ഭിക്ഷയാചിച്ച് ലഭിക്കുന്ന പണം വിദ്യാഭ്യാസ വകുപ്പിന് അയച്ചുകൊടുത്തുകൊണ്ടാണ് പ്രതിഷേധം. പ്രതിഷേധത്തിന്റെ തത്സമയം വിശദാംശങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, ഈ ഒരു വിഷയത്തിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ABVPയുടെ ഭാഗത്തുനിന്നുണ്ടായതല്ലേ? KP, ഈ ഒരു വിഷയത്തിൽ ആദ്യം തന്നെ സമര പ്രതിഷേധവുമായി രംഗത്തുള്ള വിദ്യാർത്ഥി സംഘടനയാണ് ABVP. ശക്തമായ പ്രതിഷേധമാണ് ABVPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അനാസ്ഥ, ഒപ്പം തന്നെ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി, വിദ്യാഭ്യാസ ചെലവ്, +2 വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ചെലവ്, പരീക്ഷാ നടത്തിപ്പ് സംബന്ധിച്ചിട്ടുള്ള ചെലവ് വിദ്യാർത്ഥികൾക്ക് മുകളിലും സ്കൂളുകൾക്ക് മുകളിലും അടിച്ചേൽപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ വിദ്യാർത്ഥി വിരുദ്ധ നയങ്ങൾ, ഇതിനൊക്കെ എതിരെയാണ് ശക്തമായ പ്രതിഷേധവുമായി ABVP രംഗത്തുള്ളത്. +2 വരെയുള്ള വിദ്യാർത്ഥികളുടെ സ്കൂളുകളുടെ പരീക്ഷ നടത്തിപ്പ് സ്കൂളുകൾ തന്നെ PD ഫണ്ടിൽ നിന്നും ചിലവാക്കണം എന്നുള്ള ഒരു പുതിയ ഉത്തരവാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഈ ഒരു വിദ്യാഭ്യാസ വിരുദ്ധ നയത്തിനെതിരെ, പുതിയ ഉത്തരവിനെതിരെയാണ് ശക്തമായ പ്രതിഷേധവുമായി ഇപ്പോൾ ABVP രംഗത്തുള്ളത്. തിരുവല്ല ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത്. തിരുവല്ല ബസ് സ്റ്റാൻഡിൽ ഭിക്ഷ യാചിച്ച് ലഭിക്കുന്ന പണം വിദ്യാഭ്യാസ മന്ത്രിക്ക്, വിദ്യാഭ്യാസ വകുപ്പിന് അയച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രതീകാത്മക പ്രതിഷേധമാണ് ABVP നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയുടെ മുഖംമൂടി ധരിച്ചുകൊണ്ട് ഭിക്ഷ എടുക്കുന്ന ABVPയുടെ പ്രവർത്തകരുടെ തത്സമയ ദൃശ്യങ്ങൾ ആണ് കാണുന്നത്. ABVP പ്രവർത്തകർക്ക് ഭിക്ഷ നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിന് നൽകുന്നതിന് വേണ്ടി, വിദ്യാഭ്യാസ മന്ത്രിക്ക് അയച്ചു നൽകുന്നതിന് വേണ്ടി ഭിക്ഷ ഇവിടെയുള്ള യാത്രക്കാരും മറ്റ് ആളുകളുമെല്ലാം ഇപ്പോൾ നൽകുകയാണ്. ABVP സംസ്ഥാന ഉപാധ്യക്ഷൻ അരുൺ മോഹൻ്റെ നേതൃത്വത്തിലാണ് ശക്തമായ പ്രതിഷേധ പരിപാടികൾ ഇപ്പോൾ ഈ തിരുവല്ല ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ABVP സംസ്ഥാന ഉപാധ്യക്ഷൻ അരുൺ മോഹൻ ചേരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വേറിട്ട രീതിയിലുള്ള ഒരു പ്രതിഷേധ സമരത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? 9-ാം തീയതി, ജനുവരി മാസം 9-ാം തീയതി, ഈ മാസം 9-ാം തീയതി വന്ന സർക്കുലർ അനുസരിച്ച് PD ഫണ്ടിൽ നിന്ന് വേണം കുട്ടികൾ, +1 +2 കുട്ടികൾക്ക് PD അക്കൗണ്ടിൽ നിന്ന് മാത്രം അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി, അതായത് സ്കൂളിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഈ കുട്ടികളുടെ അഡ്മിഷൻ ടൈമിൽ എടുക്കുന്ന പണം, ഈ പണം വിനിയോഗിച്ച് പരീക്ഷ നടത്തണം. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കയ്യിൽ പണം ഇല്ല എന്ന് തന്നെയാണ് ആദരണീയനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കയ്യിൽ പരീക്ഷ നടത്താൻ പണമില്ലാത്തതുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് പണം നൽകുന്നതിന് വേണ്ടി ഭിക്ഷ യാചിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ തന്നെ ഞങ്ങൾ പൊതു സമൂഹത്തിലിറങ്ങി ഭിക്ഷ യാചിക്കുകയാണ്. അങ്ങനെ കിട്ടുന്ന പണം ഉപയോഗിച്ച് പരീക്ഷ നടത്തുന്നതിന് വേണ്ടി അയച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ABVPയുടെ തീരുമാനം. ഇത്ര ദയനീയമായ രീതിയിൽ 2 കോടി രൂപ നമ്മുടെ സർക്കാരിന് ലോക സമാധാനത്തിന് മാറ്റിവെക്കാനുണ്ട്, കേരള സംസ്ഥാന സർക്കാരിന്. പക്ഷേ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് +1 +2 കുട്ടികളുടെ പരീക്ഷ നടത്താൻ പണമില്ലാത്ത സാഹചര്യം ജനങ്ങളോട് ഇക്കാര്യം തുറന്നു പറഞ്ഞാൽ അവർ തയ്യാറാകും. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ഒരുപാടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ വൃത്തികെട്ട പണി കാണിക്കരുതെന്നുള്ളതാണ് ABVPയുടെ ഞങ്ങളുടെ റിക്വസ്റ്റ്. അതുകൊണ്ട് ABVP സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വളരെ വ്യാപകമായ രീതിയിൽ തന്നെ ഈ കിട്ടുന്ന പണം തിരിച്ച് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് തന്നെ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത് കൊടുക്കാനാണ് ABVPയുടെ തീരുമാനം. KP, ബോർഡുകളുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആ ഒരു ദൂർത്ത്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ദൂർത്ത്, ഒപ്പം വിദ്യാഭ്യാസ വകുപ്പിന് പണമില്ലാത്ത അവസ്ഥ, അതിനെതിരെ ബോർഡുകൾ എഴുതിക്കൊണ്ട് ബക്കറ്റിൽ ഭിക്ഷ യാചിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയുടെ മുഖംമൂടി ധരിച്ചുകൊണ്ടുള്ള ഒരു പ്രതീകാത്മക പ്രതിഷേധമാണ് വളരെ വലിയ രീതിയിൽ ABVPയുടെ നേതൃത്വത്തിൽ ഇവിടെ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. തിരുവല്ല ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഭിക്ഷ യാചിക്കൽ സമരം നടത്തുമ്പോൾ, പ്രതീകാത്മക പ്രതിഷേധം നടത്തുമ്പോൾ അതിന് പിന്തുണയുമായിക്കൊണ്ട് ഇവിടെയുള്ള വിദ്യാർത്ഥികളും മറ്റ് യാത്രക്കാരും എല്ലാം ABVPയുടെ ഈ സമരത്തോട് സഹകരിക്കുകയും ചെയ്യുകയാണ്. പ്രതിഷേധത്തിന് പണം നൽകുകയാണ്. ഭിക്ഷ യാചിക്കുമ്പോൾ, വിദ്യാഭ്യാസ വകുപ്പിന് നൽകാൻ ഭിക്ഷ യാചിക്കുമ്പോൾ പണം നൽകി സഹകരിക്കുകയാണ് ഇവിടെയുള്ള ആളുകൾ എല്ലാം. കഴിഞ്ഞ മണിക്കൂറുകളായിട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ABVPയുടെ നേതൃത്വത്തിൽ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. KP, പരീക്ഷാ നടത്തിപ്പിന് സ്വയം പണം കണ്ടെത്തണമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവിനെതിരെയാണ് വലിയ പ്രതിഷേധം. ABVPയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ PD ഫണ്ടിൽ നിന്നും പണം കണ്ടെത്തണമെന്നായിരുന്നു ഉത്തരവ്. തിരുവല്ല ബസ് സ്റ്റാൻഡിൽ ABVP പ്രതീകാത്മക പിച്ചെടുക്കൽ പ്രതിഷേധം നടത്തുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിശദാംശങ്ങളാണ് മിഥുൻ മുരളി നൽകിയത്.